ഒരു നിമിഷം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഈശോയെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാൻ വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ പദ്ധതി ഞങ്ങളുടെ എളിമപ്പെടലിലൂടെ തുറന്നു കിട്ടുവാൻ ഈശോയെ ഞങ്ങളുടെ അന്തരംഗങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ തകർച്ചകളിൽ മുങ്ങിത്താഴുമ്പോൾ നീ വചനത്തിലൂടെ പറഞ്ഞത് കഴിഞ്ഞകാല ദൈവാനുഭവങ്ങളെ നീ ഓർത്തെടുക്കണം എന്നാണ്. ഈശോയെ നാളിതുവരെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കരുണയാണ്, കരുതലാണ്, സംരക്ഷണമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നിന്റെ മുമ്പിൽ ഞങ്ങൾ ഈ സമയം നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കൃപയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവപിതാവേ, പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി എന്നും ദൈവ തിരുസന്നിധിയിൽ നിന്റെ വചനത്തിന് കാതോർത്തുകൊണ്ട് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സാക്ഷ്യം പറയാനുള്ള ഞങ്ങളുടെ മടിയെ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ മഹത്വപ്പെടുത്താനുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയതിനെയൊക്കെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അനുതപിക്കുന്നു. ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നീ എന്തെല്ലാം ഞങ്ങൾക്ക് ചെയ്തുവോ അതിനെല്ലാം പ്രതി മറ്റുള്ളവരുടെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ സുവിശേഷ സാക്ഷ്യമാകുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ നീ അരുളി ചെയ്തതുപോലെ അനുതപിച്ച് ഏതവസ്ഥയിൽ നിന്നാണ് നീ അധംപതിച്ചതെന്ന് ചിന്തിച്ചുകൊണ്ട് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ നിന്റെ ദീപസ്തംഭം എടുത്തു മാറ്റുമെന്നാണല്ലോ ഈശോ നീ തിരുവചനത്തിലൂടെ അരുളി ചെയ്തത്. ഈശോ അനുഗ്രഹങ്ങൾ കൈപ്പറ്റിയിട്ടും സാക്ഷ്യജീവിതം നയിക്കാതെയുള്ള ഞങ്ങളുടെ ജീവിത നടപടികൾ ഈ ആരാധന അവസാനത്തെ താക്കീതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. ദിവ്യകാരുണ്യനാഥ, എളിമപ്പെട്ടുകൊണ്ട് നീ ചെയ്ത വൻ കാര്യങ്ങൾ ഹെബ്രായർ 2:4 തിരുവചനത്തിലൂടെ നീ പറഞ്ഞതുപോലെ ദൈവം പ്രവർത്തിച്ച അതിശക്തമായ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് സുവിശേഷം പകർന്നു കൊടുക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ദിവ്യകാരുണ്യനാഥ, കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന സഹോദരങ്ങളെ, ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി മുടക്കി മനഃപൂർവ്വം നിബന്ധനകൾ പാലിക്കാതെ ജീവിക്കുന്ന മക്കളെ എല്ലാം ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഈ ആരാധന നിന്റെ ഒരു വിളിയാണെന്ന്, നിന്റെ സ്നേഹത്തിലേക്കുള്ള വിളിയാണെന്ന് ആ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതവസ്ഥയിലാണ് അധംപതിച്ചതെന്ന് ഓർത്ത് ഈശോയെ നിന്റെ തിരുസന്നിധിയിലേക്ക് എത്രയും സ്നേഹത്തോടെ തിരിച്ചു വരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം. ദേവപിതാവേ നന്ദി, ദേവപിതാവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം ആരാധന. Yes.